കേരളത്തിന് 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സംസ്ഥാനത്തിന് നൽകാനുള്ള മുഴുവൻ തുകയും നൽകണം. പലതവണ ആവശ്യപ്പെട്ട എയിംസ് ഇത്തവണയെങ്കിലും കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കേരളത്തോട് ചിറ്റമ്മ സമീപനം കാണിക്കുന്ന കേന്ദ്രം വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് 1 രൂപ പോലും നൽകിയിട്ടില്ലെന്നും മന്ത്രി വിമർശിച്ചു. നേരത്തെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ പ്രീ ബജറ്റ് ചർച്ചകൾ നടത്തിയപ്പോൾ തന്നെ കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിച്ചിരുന്നു. കേന്ദ്ര ധനമന്ത്രിയെ നേരിട്ട് കണ്ടും അടിയന്തരമായി ആവശ്യപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചതാണ്. എന്നിട്ടും കേരളത്തിന് നൽകേണ്ട അർഹമായ തുക പോലും കേന്ദ്രം ഇതുവരെ അനുവദിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം നയങ്ങളും നടപടികളും കേരളത്തിന് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ തടസ്സമാവുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്രം നമുക്ക് തരുന്നത് ആരുടെ ഔദാര്യമല്ല, പിച്ചച്ചട്ടിയായിട്ട് പോകുന്നതല്ല. സംസ്ഥാനത്തിന് തരാനുള്ള പണം തരണം എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയതിൻ്റെ വിഹിതം തരണമെന്നാണ്. അത് ആവശ്യപ്പെടുക എന്നുള്ളത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം അത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുമായി വീതം വെക്കുന്നതിനകത്ത് നമുക്ക് നേർപകുതിയായിട്ട് കുറഞ്ഞു നമ്മുടെ വിഹിതം. ഇതറിയുന്നതാണ്, എല്ലാവർക്കും അറിയാം. 3.8ഉം 1.9 ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പകുതിക്ക് പകുതി കിട്ടുന്നുള്ളൂ. 24,000 കോടിയാണ് ഒരു വർഷം ഇപ്പോൾ കിട്ടിയത്. 10ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത 3.8% 1.9% വെട്ടിച്ചുരുക്കിയതിലൂടെ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക പ്രയാസങ്ങളാണ് ഉണ്ടായത്. പലതവണ ആവശ്യപ്പെട്ട എയിംസ് ഇത്തവണയെങ്കിലും കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കും കേന്ദ്രം 1 രൂപ പോലും നൽകിയിട്ടില്ലെന്നും മന്ത്രി വിമർശിച്ചു. സ്പെഷ്യലായിട്ടുള്ള ഡെവലപ്മെന്റിന് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിക്ക് 1 രൂപ പോലും ഈ ഇൻട്രസ്റ്റ് ഫ്രീ അഡ്വാൻസ് എന്ന് പറയുന്ന ലോൺ എന്ന് പറയുന്ന സംവിധാനം കേന്ദ്രം നടത്തുന്നുണ്ട്. 1.5 ലക്ഷം കോടിയാണ് കഴിഞ്ഞ വർഷം കൊടുത്തത്. നമുക്കൊന്നും തന്നില്ല. വിഴിഞ്ഞം റിംഗ് റോഡ് വലിയ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. വിഴിഞ്ഞം റിംഗ് റോഡ് മറ്റ് ചില ദേശീയ പാതകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റോയൽറ്റിയും GSTയും ഒഴിവാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. അത്രയും വർഷം നമുക്ക് വലിയ നഷ്ടം വരുന്നതാണ്. അത് കൊടുത്താലേ ഒരു പണിയും. മറ്റ് സംസ്ഥാനങ്ങളോട് ഈ സമീപനം ഇല്ല. ചിറ്റമ്മ സമീപനം നമ്മളോടുണ്ടെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ വിട്ടുതരിക തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. വർഷം തോറും സംസ്ഥാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നില്ലെങ്കിലും ഇത്തവണയെങ്കിലും കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.